എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുൻ BJP അധ്യക്ഷനും മുൻ IPS ഓഫീസറുമായ കെ അണ്ണാമലൈ BJPയിൽ നിന്ന് രാജിവെച്ചു. അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് കെ അണ്ണാമലൈ ഡൽഹിയിലുണ്ട്. അമിത്ഷായിട്ടും BJPയുടെ ദേശീയ പ്രസിഡന്റ് നിതിൻ നബിയുമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊക്കെ ദീർഘനേരത്തെ സംഭാഷണങ്ങൾക്കൊടുവിൽ ചർച്ചകൾക്കൊടുവിലാണ് അണ്ണാമലൈ ഈ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ദേശീയ മാധ്യമങ്ങളായാലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തെ മാധ്യമങ്ങളോട് അവിടുത്തെ പ്രൈം ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അണ്ണാമലൈ BJP വിടുന്നു എന്നാണ്. അപ്പോൾ അവിടുത്തെ വലിയ രീതിയിലുള്ള രോഷമുണ്ടായി. എന്തുകൊണ്ട് ഇത്രയും ഒരു കരിസ്മാറ്റിക് ആയിട്ട് ലീഡർ, ഇത്രയും കാലിബറുള്ള കപ്പാസിറ്റിയുള്ള ഒരു ലീഡറെ BJP സസ്റ്റെയിൻ ചെയ്യുന്നില്ല, അത് BJP അണ്ണാമലൈ ആവശ്യങ്ങൾ അംഗീകരിച്ച് പാർട്ടിയെ നിലനിർത്തുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനത്തും ഞാൻ പല സംസ്ഥാനത്തെയും അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളും പ്രാദേശിക ചാനലുകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും പൊളിറ്റിക്കൽ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ അണ്ണാമലൈ BJP വിടുന്നു എന്നാണ്. ഇപ്പോൾ ഈ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം 2002 ഏകദേശം 2020 അണ്ണാമലൈ IPS പദവി ഉപേക്ഷിച്ച് BJPയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം 2 വർഷത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ അണ്ണാമലയ്ക്ക് ലഭിക്കുന്നു. അതായത് അണ്ണാമലൈ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. അണ്ണാമലയുടെ പ്രഭാഷണങ്ങളും ഡിബേറ്റുകളൊക്കെ നോർത്ത് ഇന്ത്യയിലെ സംഘീയ ഗ്രൂപ്പുകളൊക്കെ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ അതെടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഒരു പ്രധാനമന്ത്രി, ഒരു സ്റ്റഫാണെന്ന രീതിയിൽ, ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ആണെന്ന രീതിയിലാണ് അണ്ണാമലയെ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളും നോർത്ത് ഇന്ത്യൻ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരാളെ എന്തുകൊണ്ട് BJP പരിഗണിക്കുന്നില്ല എന്ന് ഇവരൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ കുറേ വീഡിയോ അണ്ണാമലയെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോകളാണ് ഇവർ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അണ്ണാമലൈ, അതായത് ഈ തമിഴ്നാട് ഇലക്ഷന് ശേഷം അണ്ണാമലൈ ഭയങ്കര ദേശീയ നേതൃത്വമായിട്ടും BJPയുടെ സംസ്ഥാന ഘടകമായിട്ട് തമിഴ്നാട് സംസ്ഥാന ഘടകമായിട്ടൊക്കെ വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ചില കേരള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് പറയും, അതായത് അണ്ണാമലയെ ചൊല്ലി നരേന്ദ്രമോദിയും അമിത്ഷയും അടിച്ചു പിരിഞ്ഞു, അവർ ഇപ്പോൾ 2 വഴിക്കാണെന്ന തരത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്. നമുക്കൊരു കാര്യം പറയാം, അണ്ണാമലൈ പാർട്ടി വിടുന്നുണ്ടല്ലോ, എന്ത് തന്നെയായാലും അത് BJPയുടെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും. ഒരിക്കലും അണ്ണാമലയ്ക്ക് ഈ DMKയോ AIDMKയോ അത് BJP ദേശീയത വിട്ട് ഒരു കളിക്കും അണ്ണാമലൈ നിൽക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് BJPയുടെ ഒരു പ്ലാൻ B തന്നെയാണ്. ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഇത് BJPയുടെ നേതൃത്വമായി തെറ്റിയിട്ട് അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി വിടുന്ന ഒരാൾ, അതായത് ഇന്നാണ് അണ്ണാമലൈ പാർട്ടി വിട്ടിരിക്കുന്നത്, ഇന്ന് രാവിലെ പോലും BJP കാര്യകർത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഹാൻഡിൽസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് BJP കാര്യകർത്ത എന്ന് തന്നെയാണ്. ഞാൻ ഒരു കാര്യമായിട്ട് പാർട്ടി വിടുന്ന ഒരാൾക്ക് പാർട്ടി അങ്ങ് വിട്ടങ്ങ് പോയാൽ പോരെ? എന്തിനാണ് തൻ്റെ ഇപ്പോഴത്തെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനോടും ആഭ്യന്തരമന്ത്രിയോടും നരേന്ദ്രമോദിയൊക്കെ ദീർഘനേരത്തെ സംഭാഷണം? പിന്നെ ആ സംഭാഷണത്തിലേക്ക് RSSൻ്റെ തമിഴ്നാട് ഘടകം വരുന്നു, RSSൻ്റെ വലിയ സൈദ്ധാന്തികർ ഇടപെടുന്നു. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കൊന്നും ഒരിക്കലും മനസ്സിലാവാത്ത കാര്യമാണ്. ഇനിയാണ് കളി തുടങ്ങുന്നത്, ശരിക്കും കളി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. അത് നമുക്കറിയാം. തമിഴ്നാട് രാഷ്ട്രീയം, തമിഴ്നാട് മാത്രമല്ല നമ്മുടെ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള വിഘടനവാദം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തെലങ്കാനയിലായാലും കർണാടകയിലായാലും ഇവിടെയൊക്കെ കേരളത്തിലായാലും ഒക്കെ ഭരണം കൈയാളുന്ന കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ജിഹാദികളുടെ അടിമയാണ്. അപ്പോൾ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു ആശയം കുറച്ച് നാൾ മുന്നേ ജിഹാദികൾ മുന്നോട്ട് വെച്ചാണ്. പക്ഷേ അത് വലിയ രീതിയിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് പറ്റിയില്ല. ബിക്കോസ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ BJP എന്ന് പറയുന്നൊരു പവർഫുൾ ഫോഴ്സ് അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ തെലങ്കാനയിലായാലും കർണാടകയിലായാലും കേരളത്തിലായാലും കോൺഗ്രസ് സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ഒരു കട്ടിംഗ് സൗത്ത് എന്നൊരു ആശയം നടപ്പാക്കാൻ പറ്റുമോ? നേരെ മറിച്ച് തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വിജയ് DVK എന്ന് പറയുന്ന പാർട്ടി അവിടെ ഭരിക്കുന്നുണ്ട്. പക്ഷേ ആ പാർട്ടിയുടെ ഐഡിയോളജി എന്താണെന്നും ഇപ്പോഴും ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾ വോട്ട് ചെയ്തത് വിജയ് എന്ന് പറയുന്ന ഒരു രക്ഷകനെ, അത് സിനിമയിൽ കാണിച്ച അദ്ദേഹം ചെയ്ത ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, DMK ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫാമിലി പൊളിറ്റിക്സും അവരുടെ എന്താ പറയുക നിരന്തരമായ ഹിന്ദു അവഹേളനവും ഈ മുസ്ലിം അപ്പീസ്മെൻറ്റും ഒക്കെ കാരണമുണ്ടല്ലോ. ജനങ്ങൾ മടുത്തു. അവരുടെ അഴിമതി തന്നെ വലിയ രീതിയിൽ കൊടികുത്തി വാഴുകയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ്
വിജയ്ക്ക് വലിയ രീതിയിലെ ഭൂരിപക്ഷത്തോടു കൂടി, അതായത് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അതായത് ചെറിയ പാർട്ടിയാണ്, അത് ഇപ്പോൾ അടുത്ത കാലത്ത് രൂപീകരിച്ച പാർട്ടിയാണ്. അത്തരത്തിലൊരു പാർട്ടി തമിഴ്നാട് പോലെയുള്ള വലിയ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വികാരമാണ് ജനങ്ങളെ സ്വാധീനിച്ചത്. അതുകൊണ്ടാണ് DMK ബദലായിട്ട് തകർന്നിരിക്കുന്ന AIADMയെ തിരഞ്ഞെടുക്കാതെ വിജയുടെ പാർട്ടിയെ തിരഞ്ഞെടുത്തത്. അപ്പോൾ തമിഴ്നാട് പൊളിറ്റിക്സ് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അവിടെ ദ്രവീഡിയൻ ഒരു പൊളിറ്റിക്സാണ്. അതായത് കാലാകാലങ്ങളായിട്ട് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി പോലും 10-25 വർഷം അവിടെ വർക്ക് ചെയ്താൽ പോലും BJPക്ക് അവിടെ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട് BJPക്ക്. ഈ BJP എന്ന് പറയുന്ന പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടല്ലോ, അവർ വലിയ രീതിയിലുള്ള, അവർക്ക് ദീർഘവീക്ഷണമാണ്. അവരുടെ സൂപ്പർവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഇവർ ഇന്ന് കൊണ്ടുവന്ന പല പദ്ധതികളും നമ്മൾക്ക് അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്, രാജ്യത്തിന് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അടുത്ത 10 വർഷം എടുക്കും. അപ്പോഴാണ് മനസ്സിലായത്, അന്ന് BJP സർക്കാർ കൊണ്ടുവന്ന അവരുടെ സൂപ്പർവിഷനാണ് ഇന്ന് നമ്മുടെ ഈ രക്ഷയ്ക്ക് എത്തിയതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അത് അത്ര സൂപ്പർവിഷനുള്ളൊരു പാർട്ടിയാണ് BJP. അപ്പോൾ അത്തരത്തിൽ സൂപ്പർവിഷനുള്ളൊരു പാർട്ടി അണ്ണാമലയെ പോലുള്ള ഒരു ലീഡറെ തമിഴ്നാട്ടിൽ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അണ്ണാമല ഞാൻ പറഞ്ഞു 2020 പാർട്ടിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ തമിഴ്നാട്ടിൽ ഒന്നും അല്ലാതിരുന്ന പാർട്ടിയാണ് ഈ ഈ BJP എന്ന തമിഴ്നാട് ഘടകം. അപ്പോൾ ആ പാർട്ടി 3% വോട്ടുള്ള പാർട്ടിയെ 12% വോട്ടിലേക്ക് എത്തിച്ചത് അണ്ണാമലയുടെ ഒരു പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ്. അതായത് വലിയ രീതിയിൽ ഒരു യുവാക്കളെയും വലിയ രീതിയിലുള്ള ആൾക്കാരെയും സമൂഹത്തിന് തുറകളിലും ഉള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു. അതായത് അണ്ണാമല എന്ന് വെച്ചാൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അതായത് അഴിമതി ചെയ്യുന്ന പാർട്ടിക്ക് ഒരു സന്ധ്യയും ചെയ്യാത്തൊരു വ്യക്തിയാണ് അണ്ണാമല. DMKയുടെ പല അഴിമതികളും തുറന്നു കാട്ടിയത് അണ്ണാമലയാണ്. നമുക്കറിയാം ഈ TVക്ക് തന്നെ അധികാരത്തിൽ വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അണ്ണാമലയെ തന്നെയാണ്. അണ്ണാമല ഉഴുതുമറിച്ച ഒരു പാടത്താണ് വിജയ് കൊയ്ത്തിറക്കിയത്. അതിൻ്റെ ഫലം കൊണ്ടുപോയത് വിജയാണ്. അതായത് DMK ഫയൽസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന് 2-3 DMKയുടെ 3 മന്ത്രിമാരെയാണ് പുറത്താക്കിയത്. അതായത് അവർ നടത്തിയ അഴിമതിയും DMK നടത്തിയ അഴിമതിയെന്നൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കിയത് DMK ഫയൽസ് എന്ന് പറഞ്ഞ് ബോധവാന്മാരാക്കിയത് അണ്ണാമലയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചത്, വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അണ്ണാമലയാണ്. ആ പാടത്താണ് അണ്ണാമല ഉഴുതുമറിച്ച ആ പാടത്താണ് വിജയ് കൊയ്ത്തിറക്കി അതിന് ലാഭം കൊയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുന്നത്, BJP ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരിക്കലും നരേന്ദ്രമോദിയോ അമിത്ഷായോ അവിടെ പ്രവർത്തിച്ച നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും തമിഴ്നാട് BJPക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അവിടെ തമിഴ്നാട് പിടിക്കാനും, തമിഴ്നാട് മാത്രമല്ല സൗത്ത് ഇന്ത്യ മൊത്തം പിടിക്കാനും ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ B വേണം. ആ പ്ലാൻ Bയുടെ ഭാഗമായിട്ടാണ് അണ്ണാമലയെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതും പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നതും. അത് ഉടനെ തന്നെ അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കില്ല. പുതിയ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ട് വലിയ രീതിയിൽ ആൾക്കൂട്ടം ഒരു അട്രാക്ട് ചെയ്തിട്ട് പിന്നീട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആകാനാണ് സാധ്യത. ചിലപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആകാനും സാധ്യതയുണ്ട്. ഇന്ന് മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകൾ പ്രകാരം അണ്ണാമല സൈക്കിൾ എന്ന ഒരു ചിഹ്നത്തിന് വേണ്ടി പുതിയ പാർട്ടിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ മാപ്പറുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എന്ത് തന്നെയായാലും തമിഴ്നാടല്ല സൗത്ത് ഇന്ത്യ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രംപ് കാർഡ് തന്നെയാണ് അണ്ണാമല. ഇത് ശരിക്കും BJPയുടെ RSSൻ്റെ ഒരു പ്ലാൻ B ആണ്. BJPക്ക് നേരിട്ട് ഈ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം പിടിക്കാൻ പറ്റില്ല. അതായത് സെന്തമിഴ് പേസുന്ന ഒരാൾ, സംസാരിക്കുന്ന ഒരാൾ തന്നെ അതിന് വേണം. അതായത് തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അത് പിടിക്കണം എന്നാണ് BJPയുടെ ആഗ്രഹം. അതിന് അണ്ണാമല ഉപയോഗിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പം നമുക്കറിയാം ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം എല്ലാവരും അണ്ണാമലയ്ക്ക് ഒരുപോലെ BJP നേതാക്കളടക്കം RSSൻ്റെ സൈദ്ധാന്തികരടക്കം അണ്ണാമലയ്ക്ക് ആശംസകൾ നേരുന്നു. പുതിയ ഉദ്യമത്തിന് ആശംസകൾ എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് സാധാരണ ഒരു പാർട്ടി വിടുമ്പോൾ പാർട്ടി പ്രവർത്തകർ എന്താണ് ചെയ്യുക, ആക്ഷേപിക്കുക ചെയ്യുക. പക്ഷേ അത്തരത്തിലൊന്നുമില്ല. എല്ലാവരും സ്നേഹം കൊണ്ട് മൂടുക അണ്ണാമലയെ. ഈ പാർട്ടി വിടുന്ന ഒരാൾ ഈ അമിത്ഷായുമായിട്ടും നരേന്ദ്രമോദിയായിട്ടും ദീർഘനേരം സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അണ്ണാമലെ തമിഴ്നാട്ടിലെ BJPയുടെ ഒരു പ്ലാൻ B ആണ് ഈ ഒരു പുതിയ പാർട്ടി ഉപയോഗിച്ചത്. അത് ഇനി അണ്ണാമലയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം. അണ്ണാമലയാണ് എല്ലാം പുതുതായിട്ട് രൂപീകരിക്കാൻ പോകുന്ന പാർട്ടിയുടെ ആശയവും എല്ലാ അടിത്തറയും എല്ലാം അണ്ണാമലയാണ്. അപ്പോൾ അണ്ണാമലയ്ക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അണ്ണാമലയ്ക്ക് വോട്ട് ചെയ്യാൻ BJPക്ക് വോട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരു യുവത്വമുണ്ട് തമിഴ്നാട്ടിൽ. ആ യുവത്വം വലിയ രീതിയിലുള്ള യുവത്വമുണ്ട്. ആ യുവത്വം BJPയുടെ ഒരു ബാനറിലാണ്, BJPയുടെ ഒരു ഫോൾഡിലാണ് അണ്ണാമല എന്നത് കൊണ്ട് മാത്രമാണ് അവർ വോട്ട് ചെയ്യാത്തത്. ഇനി അവർക്ക് ആ ഒരു പ്രശ്നമില്ല. അണ്ണാമലയ്ക്ക് ആ BJP എന്നൊരു ടാഗ് ഇല്ല, അവർ ലാബിലില്ല. ഇനി സ്വതന്ത്രമായിട്ട് അണ്ണാമലയ്ക്ക് എന്താ പറയുക, അവിടുത്തെ തമിഴ്നാട് ജനത അണ്ണാമലയ്ക്ക് വോട്ട് ചെയ്യും. ഇനി കണ്ടോ, ഇന്ന് തന്നെ അണ്ണാമല പറഞ്ഞത് റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഒഫീഷ്യലി പറഞ്ഞ വീഡിയോയിൽ അണ്ണാമല പറഞ്ഞ എന്താണെന്നറിയോ, 2031 തമിഴ്നാട് ഇലക്ഷനിൽ പുതുതായി തുടങ്ങാമെന്ന പാർട്ടി മത്സരിക്കുന്നു. അതിൽ നിന്ന് ചിത്രം വ്യക്തമാണ്. നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിൽ നമ്മുടെ പവൻ കല്യാൺ ജനസേന എങ്ങനെയാണോ അവിടെ എന്താ പറയുക വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കിയത്, അതേമാതിരി തന്നെയാണ് തമിഴ്നാട്ടിലും അണ്ണാമല തുടങ്ങാൻ പോകുന്ന പുതിയ പാർട്ടിയുടെ
ഒരു പുതിയ പാർട്ടി അവിടെ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പവൻ കല്യാൺ തന്നെ, ഇന്നലെ അണ്ണാമലയുടെ ബർത്ത്ഡേ ആയിരുന്നു, പവൻ കല്യാൺ തന്നെ അണ്ണാമലയെക്കുറിച്ച് വലിയ രീതിയിൽ നല്ല പുകഴ്ത്തിക്കൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ജനസേന എങ്ങനെയാണോ നമ്മുടെ ഇവിടെ ആന്ധ്രാപ്രദേശിലൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ച് അതേമാതിരി ഒരു വിജയം, അതേമാതിരിയുള്ള ഒരു പ്രവർത്തന മികവ് കൊണ്ട് അണ്ണാമലയെ അവിടെ പുതിയ പാർട്ടി ശക്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് പവൻ കല്യാൺ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ എന്തിനാലും ഇത് ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, സങ്കടപ്പെടാനുള്ള കാര്യമില്ല, സന്തോഷിക്കാനുള്ള കാര്യമാണ്. അതായത് ഇവിടെ വലിയൊരു തമിഴ്നാട്, നമ്മുടെ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വിഘടനവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുണ്ടല്ലോ, തമിഴ്നാട്ടിൽ ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റുകളും ഈ ജിഹാദികളൊക്കെ ചേർന്നിട്ട് വലിയ രീതിയിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വിജയ് പോലും ഇവാഞ്ചലിസ്റ്റുകളുടെ ഒരു എന്താ പറയുക, ഒരു ഡമ്മിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ സെന്തമിഴ് പേസുന്ന ഒരാൾ തന്നെ തമിഴ്നാട്ടിൽ വേണം. അപ്പോൾ അങ്ങനെ ആൾക്ക് മാത്രമേ എന്താ പറയണ്ടേ, തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ദേശീയതയോട് ചേർക്കാൻ പറ്റൂ. ഇവന്മാർക്കൊന്നും ഒരിക്കലും, ഇവന്മാർ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരെ തമിഴന്മാർ, പക്ഷെ ഒരിക്കലും ദേശീയതയോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല ഇവർക്ക്. അപ്പോൾ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ദേശീയതയോട് ചേർന്ന് നിൽക്കൂ. അപ്പോൾ മൊത്തത്തിൽ തമിഴ്നാടിന് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ചേർക്കാൻ വേണ്ടി അത്തരത്തിലൊരു ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന ഒരു പ്രാദേശിക പാർട്ടി വേണം. അത് BJPയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ അത്ര ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് അണ്ണാമലയെ തമിഴ്നാട്ടിലേക്ക് അയച്ചിട്ട് പുതിയ പാർട്ടി തുടങ്ങുന്നതും അവിടെ ഇലക്ഷന് കോണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഈ വിജയ് എന്ന് പറയുന്ന ഒരാൾക്ക് പൊളിറ്റിക്കലി വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ വരും ദിവസങ്ങളും വിജയുടെ എന്താ പറയുക, വിജയുടെ കഴിവുകേടുകൾ പുറത്തു വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെയാണ് അണ്ണാമല സ്കോർ ചെയ്യാൻ പോകുന്നത്. ഭാവിയിൽ തമിഴ്നാട്ടിൽ വിജയ് അണ്ണാമലൈ എന്നൊരു കോമ്പറ്റീഷൻ, ഒരു വിജയ് വേഴ്സസ് അണ്ണാമലൈ എന്നൊരു കോമ്പറ്റീഷൻ വരാൻ പോവുകയാണ് 2031 ഇലക്ഷനിൽ. അപ്പോൾ അവിടെ ജയിച്ചു കിടന്നത് ശരിക്കും അണ്ണാമലൈ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, ഈ BJP വിജയുടെ പാർട്ടി കരൂർ ദുരന്തത്തിലായാലും തൃശ്ശിയുടെ വിഷയത്തിലായാലും പ്രതിരോധത്തിൽ പോയപ്പോൾ അവരെ രക്ഷിച്ച് കൊണ്ടുവന്നതായിരുന്നു അണ്ണാമലയാണ്. അതായത് കരൂർ ദുരന്തത്തിൽ ഏകദേശം 10-30 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഒരു മുൻ IPS ഓഫീസറായ അണ്ണാമലൈ പറയുന്നതെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിജയ് ഒരക്ഷരം മിണ്ടാതെ വീട്ടിൽ റൂമിൽ കുറ്റിയിട്ട് ഒരാളോട് സംസാരിക്കാതെ ഫോൺ അറ്റൻഡ് ചെയ്യാതെ നിൽക്കുന്ന സമയത്താണ് അണ്ണാമലൈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് അവർ പറഞ്ഞതെന്നറിയോ, അതായത് ഈ ഒരു ഇഷ്യൂ, കരൂർ ദുരന്തം ഉണ്ടാക്കിയത് സ്റ്റാലിൻ്റെ പാർട്ടിക്കാരാണ്. അവർ സർക്കാരിൻ്റെ പോലീസിനെ ദുരുപയോഗം ചെയ്തിട്ട് ഈ ഇത്ര വലിയ ആൾക്കാർ കൂടുന്ന സ്ഥലത്തേക്ക് ചെരിപ്പറിയുകയും അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കുകയും ചെയ്തത് ഈ പോലീസുകാരാണ്, സ്റ്റാലിനാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. അതായത് ഒരു പോലീസ് ഓഫീസറായ എനിക്കറിയാം, ഈ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് എങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാക്കാൻ എങ്ങനെ പോലീസിന്, സർക്കാർ സംവിധാനങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പോലീസുകാരൻ എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാമെന്നാണ് അന്ന് അണ്ണാമലൈ പറഞ്ഞത്. അതിനുശേഷമാണ് വിജയ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വന്നത്. അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും വിജയുടെ പാർട്ടിക്കാർ പോലും പറഞ്ഞു, അവർ പഠിച്ചവങ്ക താങ്കാന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണാമലയെ പുകഴ്ത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാലും തമിഴ്നാട് പൊളിറ്റിക്സിലുണ്ട് ദ്രവീഡിയൻ ഒരു പൊളിറ്റിക്സ് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ജൻസി ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വിജയ്ക്ക് അനുകൂലമാകണമെങ്കിൽ, ലോങ് ടേമിൽ അനുകൂലമാകണമെങ്കിൽ വിജയ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അവിടെയാണ് അണ്ണാമലയുടെ പ്രസക്തി. അണ്ണാമലയുടെ പുതിയ പാർട്ടി അവിടെ യഥാർത്ഥ പ്രതിപക്ഷമാകും. വിജയ്ക്ക് ബദലായിട്ട് അതായത് ഇപ്പോൾ അവിടുത്തെ യുവാക്കളും അവിടുത്തെ ആൾക്കാരൊക്കെ വിജയ്ക്ക് വോട്ട് ചെയ്തത് നല്ല രീതിയിൽ എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ വിജയ്ക്ക് നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന രീതിയിൽ തമിഴ്നാട് ജനത 2029 2031 നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ അണ്ണാമലൈ തുടങ്ങാൻ പോകുന്ന പുതിയ പാർട്ടിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇത് BJPയുടെ പ്ലാൻ B ആണ്. BJP സൗത്ത് ഇന്ത്യ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന വജ്രായുധമാണ് അണ്ണാമലൈ. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയണ്ടേ, എല്ലാവരും ഒരേ സ്വരത്തിൽ പാട്ട് വിട്ടുപോകുന്ന അണ്ണാമലയ്ക്ക് ആശംസകളുമായി എത്തിയത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.